നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നഗരത്തിൽ നടന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും ആസൂത്രിത സ്വഭാവമുണ്ട് എന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പതിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. സംബാൽ പള്ളി, പാലസ്തീൻ വിഷയങ്ങളിൽ വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പതിച്ച ഉത്തരേന്ത്യൻ സ്വദേശി മുഹമ്മദ് ഇക്ബാലിനെ ഫോർട്ട് പോലീസ് പിടികൂടിയിരുന്നു. നഗരത്തിലെ ചില പോക്കറ്റുകളിൽ മതതീവ്രവാദികൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കുന്നവരും ഉണ്ട്. ചില ഹോട്ടലുകൾ, മൊബൈൽ ഷോപ്പുകൾ, ചെറിയ റെഡിമെയ്ഡ് ഷോപ്പുകൾ, ഇറച്ചിക്കടകൾ തുടങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങളാണ് ഈ നഗരത്തിൽ ഉള്ളത്. ചില സ്ഥലങ്ങളിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ലേബർ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു. 10-15 പേർ വീതമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവർ താമസിക്കുന്നത്. ഓരോ മാസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ആരൊക്കെയാണ് വരുന്നതെന്നോ താമസിക്കുന്നതെന്നോ സമീപവാസികൾക്കോ പോലീസിനോ പോലും അറിയില്ല. ഇവരിൽ കൊടും കുറ്റവാളികൾ മുതൽ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ വരെയുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായാണ് ഇവർ ലേബർ ക്യാമ്പുകളിൽ താമസമാക്കുന്നത്. ഇത്തരക്കാർ കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ വരെ ജനങ്ങൾ വളരെ സംശയത്തോടെ തന്നെയാണ് നോക്കുന്നതും. ഇത്തരത്തിൽ മതതീവ്രവാദികൾ താവളമാക്കുന്ന സ്ഥലങ്ങളിൽ മണക്കാട്, കമലീശ്വരം, അമ്പലത്തറ, മുട്ടത്തറ തുടങ്ങിയ പ്രദേശങ്ങളുമുണ്ട്. അനധികൃത മതപാഠശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു മാസം മുമ്പാണ് അമ്പലത്തറ പരുത്തിക്കുഴി അമ്മച്ചിമുക്കിൽ സ്ഥാപിച്ചിരുന്ന ഭാരതാംബയുടെ ചിത്രം ഇരുട്ടിന്റെ മറവിലെത്തിയ സുന്നി മതപഠന വിദ്യാർത്ഥികൾ കുത്തിക്കീറി വികൃതമാക്കിയത്. അന്യമത വിദ്വേഷവും രാജ്യവിരുദ്ധതയും പഠിപ്പിക്കുന്ന ഇത്തരം അനധികൃത മതപാഠശാലകളെ നിയന്ത്രിക്കാൻ സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ദേവീദേവന്മാരുടെയും ഹൈന്ദവ സംഘടനകളുടെയും പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച് സാമുദായിക ധ്രുവീകരണവും വർഗീയ സംഘർഷവും സൃഷ്ടിച്ച് നാട്ടിൽ അശാന്തി പടർത്തുക എന്നതാണ് ഇത്തരം മതതീവ്രവാദ സംഘടനകളുടെ പ്രധാന ലക്ഷ്യം. ഇതിനിടെ നഗരത്തിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിന് പിന്നിലെ ലക്ഷ്യം വർഗീയ കലാപം തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് INA സംഘം തിരുവനന്തപുരത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം മണക്കാട് മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്ററുകൾ പതിപ്പിച്ചതിന് ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാലിനെ ഫോർട്ട് പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾക്ക് ഭീകരബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് NIA ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരുന്നു. മണക്കാട് UAE കൗൺസിലേറ്റിനു സമീപത്തെ ഹോട്ടലിലെ ജീവനക്കാരന്റെ താമസ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുകയാണ് ചെയ്തത്. ഭീകര സ്വഭാവമുള്ള ലഘുലേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. ബംഗാൾ വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇത് വ്യാജമാണെന്നും ഇയാൾ ബംഗ്ലാദേശ് പൗരനാണ് എന്ന് സംശയിക്കുന്നതായും പോലീസ് പറയുന്നു. സാമൂഹ്യ സ്പർദ്ധയ്ക്കും കലാപ ലക്ഷ്യത്തിനുമുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യവും പരിശോധിക്കുന്നതായി ഫോർട്ട് പോലീസ് അറിയിച്ചു. താൻ ഒറ്റയ്ക്കാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂട്ടാളികളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. പരിശീലനം ലഭിച്ചയാളെ പോലെയാണ് ഇയാളുടെ പെരുമാറ്റം. ഇംഗ്ലീഷ് ഭാഷ നല്ല വശമുള്ളയാളാണ് ഇദ്ദേഹം. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട് വാടകയ്ക്ക് നൽകിയ കല്ലാട്ടുമുക്ക് സ്വദേശിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഇയാൾ പക്ഷേ ഹാജരായിട്ടില്ല. ഹോട്ടലുടമകളെയും സഹതൊഴിലാളികളെയും വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.